എന്നാ പിട്ടിന്റെ പൊടി ഉണ്ട് ലേശാടാ. നിങ്ങൾക്ക് അത്രല്ലേ വേണ്ടു? രണ്ടാക്കും കൂടി ഓരോ കഷ്ണം പിട്ട്. എന്നാ ഞാൻ ആക്കട്ട്. പൊടിയല്ലേ കാണുന്നു. ഇന്ന് നമ്മള് ചായന്റെ കടി പിട്ടാണ് കേട്ടാ. രാവിലെ തന്നെ ഇന്ന് എടി പോണ്ടല്ലോ, അതുകൊണ്ട് പിട്ടാക്കിയ സാവകാശത്തില് പിട്ടനെ ഇതൊന്ന് വെക്കാൻ. കുറേ ദിവസമായി ദോശ വിടുന്നു. രാവിലെ തന്നെ ദോശയാകുന്നോണ്ട് അത്രയും വിട്ടുകൊണ്ട് ഒറ്റൊരു കഷ്ണം പിട്ടേ വേണം. ഒരു കഷ്ണം മതിയേ? അതൊക്കെ ഒരു കഷ്ണേ വേണം. രണ്ടാക്കും വേണ്ടിയിട്ട് പടയപ്പോയാൽ വെള്ളം ഞാൻ പിട്ടിന് പൊടിച്ചു കൊണ്ടുവന്നാലും വറുത്ത് വെക്കില്ല കേട്ടാ. കൊണ്ടുവന്നിട്ടാകുമ്പോൾ അത് അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. നൈസായിട്ട് പൊടിച്ചാലും പിട്ടിന് പൊടിച്ചാലും എല്ലാം ഒരേപോലെ പിട്ട് നല്ല വൃത്തി കിട്ടുന്നുണ്ട്. ഞാൻ പിട്ട് കിട്ടാൻ കിട്ടുന്ന നാട്ടിലൊക്കെ കഴിഞ്ഞു തോന്നല്ലേ. ഇപ്പം നല്ല വൃത്തി വേഗം കുഴക്കാനും കഴിയും. പറ്റി വറക്കാണ്ട് ഇങ്ങനെ ചുടുമ്പോൾ എന്തോ പോലെ ഉണ്ടാവില്ലേ. ഇപ്പം വറക്കാണ്ട് നല്ല രസമുണ്ട്. ഫ്രിഡ്ജിലാടി എടുത്ത് വെക്കും, എപ്പോൾ എടുക്കാമല്ലോ. അതുകൊണ്ട് വേഗം ഇങ്ങനെ ആക്കാൻ പറ്റുന്ന ആരും കയറി വന്നാലും വേഗം കാക്കാൻ പറ്റുക. ആരും വരാനൊന്നുമില്ല. എന്നാലും എന്താ വറക്കാതെ പൊടിയായത് കണ്ടാ. നല്ല ഇതുപോലെ ഒറ്റപ്പൊടി ഒരു ഇതുണ്ടാവില്ല. നല്ല വൃത്തി കുഴഞ്ഞ് നല്ല ഇതായി വരുന്നത്. അല്ലെങ്കിൽ മണി പോലെ ആയിട്ട് എന്തോ പോലെ ഉണ്ടാവില്ലേ. ഇതൊന്നുമില്ല, നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. തേങ്ങയും ചിരകിയിട്ട് കുറ്റി കുറ്റം പാത്രത്തിൽ കുറ്റിയല്ല, ഇത് സ്റ്റീലിൻ്റെതാണ്. അതൊക്കെ നമ്മൾ ഒരു തലവിറ്റും പോലെ തോന്നുന്നു. ഒന്നും കഴിഞ്ഞില്ല. ഒരു തലവിറ്റുന്നുണ്ട്. ആ പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു 5 മിനിറ്റ് പോയി കിടക്കട്ടെ, എന്നിട്ടാക്കാം. ഞാൻ ഭാര്യ വെച്ച് നോക്കാം. ഞാൻ ആക്കിക്കോളൂ. ഞാനൊരു 5 മിനിറ്റ് പോയിട്ട് കിടക്കട്ടെ, വേഗം വരും. ഞാൻ ഉപ്പിട്ട് വെള്ളം തരാം. പാനിയിൽ വെള്ളം വെക്കണം. അപ്പോൾ അതിൽ ഇത് വാഴുക ഒന്നിനും എടുത്ത് വെക്കാം. ഇത് എന്തോ പണി പോലെയാണ് ഈ പാനി. പത്തൊന്നൊക്കെ ഭാര്യ വെച്ച് വലിയ ആനക്കാര്യം പോലെ ഇപ്പോ കുടിയേറ്റം കിട്ടായി കൊണ്ടാകാം. വേണ്ട കുടിക്കാൻ വലിയ ആനക്കാര്യം പോലെ ആയിക്കൊണ്ട് അത് 2 ദിവസം കിട്ടാൻ വേണ്ടി. മതി. ഇതാണ് പ്രശ്നം. അതൊന്നുമില്ല. ആവി കയറ്റി തുടങ്ങിയിട്ടാ. ഇല്ല ഓക്ക് മെസ്മറിസം. എന്താ പുട്ട് വെക്കണ്ട്, എങ്ങനെയാ വെക്കണ്ട്, പോയി കിടന്നിട്ടുണ്ട്. പോയി നോക്കട്ടെ. ഇതൊക്കെ കുറഞ്ഞില്ല. ഞാൻ ആവി വെച്ചിട്ടുണ്ട്. ഇത് പിട്ട് ഭാര്യ വെച്ചിട്ടുണ്ടാ? അതെങ്ങനെയെങ്കിലും ഭാര്യ വെച്ചിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാ ഭാര്യണ്ട്? തേങ്ങിട്ടനാ? ആ തേങ്ങ കിട്ടി. അതായിരിക്കും. ഇതാ ഭാര്യ വെച്ചത്. ഇതെന്നാണ് ഇത്? ശരാ അത് ഞാൻ കണ്ടിട്ടല്ല.
പിന്നെന്നാ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചത്? നോക്കിയത് തീ കുറച്ച്. അയ്യോ ഈലുണ്ടാ പിട്ട് പിന്നെ തേച്ച് കുറ്റിയിലല്ലേ ഉള്ളത്. അല്ലപ്പം ഞാനിത് അരിപ്പിട്ടിട്ടാണല്ലോ വെച്ചിന്. എന്തെന്ന് അരിപ്പ നോക്കറ അരിപ്പ ചെരിഞ്ഞു പോയില്ലേ? ഞാൻ കയ്യാ ഇനി എന്നാ ചെയ്യാൻ കഴിയാ? തേച്ച് കുറ്റിയിലല്ലേ ഉള്ളേ. ഇങ്ങനെ ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയും പോലെ ഒന്നല്ല. എന്നാൽ കുറച്ച് പൊടി വേറെ എടുക്ക്, വേറെ എടുത്തിട്ട് കുഴക്ക്. അയ്യോ കോയിൻ്റെ ഇട്ടേ. വെറുതെ ഇത് കളഞ്ഞില്ലേ? ഞാൻ ഇതുവരെ വിട്ടൊന്നും ചൂട്ടില്ല. അതന്നെയാണ് പറഞ്ഞത്. എന്താ തേച്ചു ഈ അരിപ്പ നേർക്ക് ഇടണോ? ഈ അരിപ്പ നേർക്ക് ഇടാൻ ഞാൻ പിന്നെ എങ്ങനെയാ ഇട്ടാ പോരാ? അത് നോക്കണ്ടേ? ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കണോ? എന്നിട്ടാണ് ആക്കേണ്ടത്. പെണ്ണുങ്ങളെ കുറ്റം പറയും പോലെയല്ല. പെണ്ണുങ്ങളെ എത്ര വേഗം കുറ്റം പറയാൻ കൊള്ളൂ നിങ്ങൾ ആണുങ്ങൾക്ക്. ഉണ്ടാ ഇത് നല്ല വൃത്തിയിൽ ഇതാ ഇതിൻ്റെ ഉള്ളിൽ അതിനോ നോക്കണം. നല്ല ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒരു ഇതുണ്ട്, അത് നോക്കണം. എന്നിട്ടാകുമ്പോന്ന് വെക്കേണ്ടത്. ഞാൻ വിട്ടി വിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ കേച്ച് പിട്ടായി. ഞാൻ എന്തോ ഒരു തലവിറ്റി പോലെ ആയിട്ടാ പോയി കിടന്നിന്. ഞാൻ പുളിനാരങ്ങ വീഞ്ഞ് വെള്ളം തരാം കേട്ടാ. എനിക്ക് ഇതന്നെ അതിന് വാരിയിട്ട് മണ്ണിൽ ഇതായതല്ലേ. അത് വേണ്ട, അത് എടുക്കണ്ട. ലേശം പൊടിയാടി ഉള്ളത് കൊണ്ട് ഇതായി. എന്നാ ആരും നോക്കൂല അതിൽ പുറത്തേക്ക് പോകുമ്പോൾ. പുറത്തേക്ക് പോകണ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെന്ന്. പിന്നെ അരിപ്പിട്ടാ പുറത്തേക്ക് പോവാ. അതെന്നാലും അതിൻ്റെ കീഴിൽ തന്നെയാണ് തേച്ചും പേറിയത്. ഇങ്ങനെ അരിപ്പ് അതിൻ്റെ അടിയിൽ നേർക്കായിനോ നോക്കുക. എന്നിട്ട് ഇത് ആദ്യം തേങ്ങ വാരിയിടുക ഇങ്ങനെ. എന്നാൽ ഞാൻ തേങ്ങ വാരിയിട്ടിന്. അതെ തേങ്ങ വാരിയിട്ടിന് അരിപ്പ നേർക്കായിട്ടില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ തേങ്ങ ആദ്യം 5 ഓളം തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ അതാ തേങ്ങ തീർന്നിട്ടില്ല. ഞാൻ അടിയിലേ ഇട്ടിട്ടില്ലു. അതന്നെയാണ് പറഞ്ഞത്. അല്ല തീർന്നായിട്ടാകുമ്പോന്ന് അടുപ്പത്ത് അട മതി, 2 കഷ്ണം മതി. അത്രയേ ആക്കുന്നുള്ളൂ. ഇപ്പം നിറഞ്ഞല്ല. ഇങ്ങനെ ആവും. നിങ്ങളത് നോക്കിയിട്ടൊന്നുമില്ല? ഞാനത് നോക്കിയിട്ടില്ല. ഞാൻ വെള്ളം പറക്കുന്ന കണ്ടിട്ട് വേഗം ആക്കിയതാ. അത് ശരി. ഇതൊന്നും നോക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ടല്ലേ താഴെ കീഴിൽ മറന്നതൊന്നും നോക്കായിനി. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ നോക്കിയാൽ മതി. എന്നാൽ ഞാനാക്കിക്കോളൂ. വലിയ ഇത് പറയും ആക്കാനെന്ന പണി നമ്മളാക്കിക്കോളൂ. അവിയലിയാ? അവിയൽ ഇതിനാണ് പണി. ഇത്രയും ഇത് ഇങ്ങനെയാണ് നോക്കേണ്ടത്. എന്താടോ പിട്ടായല്ലേ ഇത്? കണ്ടാ പിട്ട് ഞാനൊരു പിട്ടിന് കുഴക്കാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു കണ്ണുമൂടും പോലെ ആയിപ്പോയിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് പോയി കിടന്നിന്. അപ്പോഴത്തേക്ക് ആണുങ്ങൾ വിചാരിച്ചോ ഇത് ആക്കാൻ എന്നാ പണി, എളുപ്പത്തിലാക്കാൻ വെച്ചാൽ പിട്ടും കുറ്റിക്ക് ഇതിൻ്റെ അടിയിൽ ഇത് അടിയിൽ പനിയിട്ടിന്. അത് നേരെ അതിനൊന്നും നോക്കിയിട്ടില്ല. അപ്പം അത് വായി അങ്ങ് തേച്ചിട്ട് ഇങ്ങനെ ഇടപ്പം അങ്ങ് ചെരിഞ്ഞു. വായി അങ്ങ് നിറച്ച് തേച്ച് പുറത്തായി. ഇപ്പം രണ്ടാമത് കുഴച്ചിട്ട് ഇതാ ഞാൻ പിട്ടാക്കി. ആണുങ്ങളെ വിചാരമല്ല പെണ്ണ് എന്നാ പണിയെന്ന് പറയും. ഇപ്പോൾ പണി ആലോചിച്ച് നോക്കിയാട്ടെ. ഇങ്ങനെയല്ലേ ഉള്ളത്. എന്താ ഇന്നത്തെ പിട്ടുക? ഒരു കുറ്റി വെറുതെയും കളഞ്ഞു, ഒരു കുറ്റി ഇതാ ഞാൻ ആക്കി തന്നിട്ട്. പിന്നെ എല്ലാവരും കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരും കേട്ടാ.